പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ നാമത്തിൽ സ്ഥാപിതമായ അഭയഭവൻ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് 8 സ്ഥാപനങ്ങളാണല്ലോ ഉള്ളത്. അതിൽ മറ്റ് എല്ലാം സ്ഥാപനങ്ങളാണ്. എന്നാൽ ഭക്ഷണം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് പരിശുദ്ധ പാമ്പാടി തിരുമേനി അന്നദാന പദ്ധതി. 2013 മുതൽ ഇത്രയും വർഷക്കാലം പാമ്പാടി താലൂക്ക് ആശുപത്രിയിലും മീനടം ആയുർവേദ ആശുപത്രികളിലും ഭക്ഷണം കൊടുത്തു വരുന്നു. കോട്ടയം ജില്ലയിൽ പാമ്പാടി ദേശത്തിന്റെ ആത്മീയ പിതാവ് പരിശുദ്ധ പാമ്പാടി തിരുമേനി കബറടങ്ങിയിരിക്കുന്ന പാമ്പാടി ദേറായിൽ ആരംഭിച്ച പരിശുദ്ധ പരിമല തിരുമേനിയുടെ നാമത്തിലുള്ള ചാരിറ്റബിൾ ശൃംഖലയാണല്ലോ PMGM അഭയഭവൻ ചാരിറ്റബിൾ സൊസൈറ്റി. പരിശുദ്ധൻ കാലം ചെയ്തതിന് 30-ാം ദിവസം തുടങ്ങിയ ഈ പ്രസ്ഥാനം ഇന്ന് വളർന്ന് പന്തലിച്ച് 8 സ്ഥാപനങ്ങളായിരിക്കുന്നു. അത്താഴത്തിന് ഇടേണ്ടിയിരുന്ന അരി തന്റെ സന്തത സഹചാരിയായിരുന്ന പൊട്ടനപ്പച്ചനെ കൊണ്ട് പാവങ്ങൾക്ക് കൊടുപ്പിച്ച പുണ്യപിതാവിന്റെ സ്മരണയിൽ 2011 ആണ് പരിശുദ്ധ പാമ്പാടി തിരുമേനി അന്നദാന പദ്ധതി, പരിശുദ്ധ പാമ്പാടി തിരുമേനി സാന്ത്വന പരിചരണ പദ്ധതി എന്നിവ ആരംഭിച്ചത്. എന്റെ വിശപ്പും പാവങ്ങളുടെ വിശപ്പും ഒന്നു തന്നെയെന്ന് പഠിപ്പിച്ച പരിശുദ്ധന്റെ സ്മരണയിൽ ഈ പദ്ധതി തുടങ്ങിയിട്ട് ഇന്നേക്ക് 15 വർഷം തികയുന്നു. പാമ്പാടി താലൂക്ക് ആശുപത്രിയിലും മീനടം ആയുർവേദ ആശുപത്രിയിലും പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ഈ പദ്ധതിയുടെ ഭാഗമായി മുടങ്ങാതെ നൽകി വരുന്നു. സുമനസ്സുകളായ അനേകം ആളുകൾ ഈ നല്ല ഉദ്യമത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നു. രോഗികളും കൂട്ടിരിപ്പുകാരും ഇതൊരു നേർച്ചയായി തന്നെ കണ്ടുകൊണ്ട് ഭക്ഷിച്ച് രോഗശാന്തി പ്രാപിച്ചു വരുന്നു. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യുന്നത് എനിക്ക് ചെയ്യുന്നതാകുന്നു എന്ന കർത്തൃകൽപ്പനയനുസരിച്ച് ഈ പദ്ധതിയെ സഹായിക്കുന്ന ഏവർക്കും നന്ദി. പാമ്പാടി, മീനടം, കൂരോപ്പട എന്നീ പഞ്ചായത്തുകളിലെ ശയ്യാവസ്ഥയിലായ നാനാജാതി മതസ്ഥർക്ക് മരുന്നും സ്വാന്തനവും പരിചരണവും നൽകുന്ന പദ്ധതിയാണ് പരിശുദ്ധ പാമ്പാടി തിരുമേനി സ്വാന്തന പരിചരണ പദ്ധതി. ഔദ്യോഗികമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്ന ഒരു കൂട്ടം അഭ്യുതകാംക്ഷികളാണ് ഈ പദ്ധതികൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഈ പദ്ധതികൾക്ക് അടിയന്തരമായി വേണ്ട 3 പ്രധാന സഹായങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഒന്നാമതായി, ഭക്ഷണം കൊണ്ടുപോകുവാനായി സ്വന്തമായ ഒരു വാഹനം ഈ പദ്ധതിക്ക് നിലവിലില്ല. ഒരു വാഹനം വാങ്ങുക എന്നതിന് സുമനസ്സുകളുടെ സഹായം ആവശ്യമാണ്. രണ്ടാമത്, ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന പാമ്പാടി ദേറായുടെ അടുക്കളയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ നിങ്ങളുടെ സഹായഹസ്തം ആവശ്യമാണ്. മൂന്നാമതായി, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്നദാന പദ്ധതിയിൽ സഹായ സഹകരണങ്ങൾ നൽകി നിങ്ങൾക്കും പങ്കാളികളാകാം. പ്രഭാത ഭക്ഷണത്തിന്